അധർമ്മത്തിനുമേൽ ധർമ്മം വിജയം വരിച്ച നിമിഷം. നീണ്ട നാളത്തെ യുദ്ധത്തിനൊടുവിൽ രാവണനെ വധിച്ച് ശ്രീരാമൻ സീതാദേവിയോടൊപ്പം അയോധ്യയിൽ തിരിച്ചെത്തി. അയോധ്യ മുഴുവൻ ദീപങ്ങളാൽ അലംകൃതമായി. ശ്രീരാമന്റെ പട്ടാഭിഷേകം വലിയ ആഘോഷമായി നടന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും സീതാദേവി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി. സീതാദേവി തന്റെ കഴുത്തിലെ അതിമനോഹരമായ ഒരു മുത്തുമാല ഹനുമാന് സമ്മാനിച്ചു. എന്നാൽ ഹനുമാൻ ആ മാലയിലെ ഓരോ മുത്തും കടിച്ചു പൊട്ടിച്ച് പരിശോധിക്കാൻ തുടങ്ങി. ഇത് കണ്ടുനിന്ന സദസ്സിലുള്ളവർക്ക് അത്ഭുതവും പരിഹാസവും തോന്നി. വിലപിടിപ്പുള്ള മുത്തുകൾ ഒരു വാനരം നശിപ്പിക്കുകയാണെന്ന് അവർ കരുതി. രാജസഭയിലുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, ഹനുമാൻ, എന്തിനാണ് നീ ഈ വിലപിടിപ്പുള്ള മുത്തുകൾ നശിപ്പിക്കുന്നത്? ഹനുമാൻ ശാന്തനായി മറുപടി പറഞ്ഞു, ശ്രീരാമന്റെ നാമമില്ലാത്ത, രാമനില്ലാത്ത ഏതൊരു വസ്തുവും എനിക്ക് വെറും കല്ലുപോലെയാണ്. ഈ മുത്തുകൾക്കുള്ളിൽ എന്റെ രാമനുണ്ടോ എന്ന് നോക്കിയതാണ് ഞാൻ. സദസ്സിലുള്ളവർ വീണ്ടും പരിഹസിച്ചു, അങ്ങനെയെങ്കിൽ നിന്റെ ശരീരത്തിനുള്ളിൽ രാമനുണ്ടോ? ഒട്ടും വൈകാതെ ഹനുമാൻ തന്റെ നഖങ്ങൾ കൊണ്ട് സ്വന്തം നെഞ്ചു പിളർന്നു കാണിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനുള്ളിൽ ശ്രീരാമനും സീതാദേവിയും കുടികൊള്ളുന്നത് കണ്ട് എല്ലാവരും സ്തബ്ധരായി നിന്നു. ഹനുമാന്റെ ഈ അചഞ്ചലമായ ഭക്തി കണ്ട് ശ്രീരാമൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചു. ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഹനുമാൻ ഭക്തരുടെ ഹൃദയത്തിൽ ജീവിക്കുമെന്ന് അദ്ദേഹം അരുളി ചെയ്തു. ഹനുമാനെ നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ ജയ് ശ്രീറാം എന്ന് കമന്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.